ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു, മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു എന്ന് നാം അവിടെ വായിക്കുന്നു. ഇവിടെ 4 വിധത്തിലെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1, അല്പവിശ്വാസം. 2, വിശ്വാസം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലാണ്. 3, വലിയ വിശ്വാസം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ കാണുന്നു. 4-മത്തേത് അതിവിശുദ്ധ വിശ്വാസം. അത് യൂദായുടെ ലേഖനം 20-21 വാക്യത്തിലും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കർത്താവ് പത്രോസിനെ വിളിക്കുന്നൊരു വിളിയാണ് അല്പവിശ്വാസിയെ. ഈ അധ്യായത്തിൻ്റെ 28-29 വാക്യം കൂടെ വായിക്കുമ്പോൾ കർത്താവെ, നീ ആകുന്നു എങ്കിൽ എന്ന് പറഞ്ഞാണ് കർത്താവിനോട് അവൻ ചോദിക്കുകയാണ്, ഞാൻ ഇറങ്ങി വരട്ടെ എന്ന്. കർത്താവ് പറയുന്നത് അതിന് വരിക. അപ്പോഴാണ് കാറ്റ് കണ്ട് പേടിച്ചു എന്ന് നമ്മുടെ വായിക്കും. അവൻ കർത്താവിനെ നോക്കിയിരുന്നെങ്കിൽ കാറ്റ് കാണുമായിരുന്നില്ല. കർത്താവിനെ നോക്കിയാണ് പടകിൽ നിന്നും കടലിലേക്ക് ഇറങ്ങിയത്. എങ്കിലും കാറ്റ് കണ്ട് പേടിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. കാറ്റ് കണ്ട് പേടിച്ച പത്രോസിനെയാണ് കർത്താവ് കൈപിടിച്ച് കയറ്റിയ ശേഷം അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്നാണ്. അപ്പോൾ സംശയം കൊണ്ടിടുന്ന സാത്താന്യ ശക്തികളുണ്ട്. കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകണം. വിശ്വാസം നഷ്ടപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ചപ്പോഴാണ് അത് വിശ്വാസത്തെ കെടുത്തുന്ന ഒന്നായി തീരുവാൻ തക്കവണ്ണം ഹൗവയ്ക്കത് പിന്നീടാണ് മനസ്സിലാകുവാനിടയായത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് നന്മയ്ക്ക് വേണ്ടിയുള്ളവയാണെന്ന് നാമും ദൈവസന്നിധിയിൽ വിശ്വസിക്കണം. ഹൗവ അത് വിശ്വസിച്ചില്ല. അതാണ് അവൾക്ക് വന്ന പരാജയമായത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കർത്താവിനെ സേവിക്കുമ്പോൾ നാം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് ദൈവം അത് നന്മയ്ക്ക് വേണ്ടിയുള്ളതാക്കി തീർക്കുന്നു എന്നുള്ള കാര്യം നാം വിശ്വസിക്കണം. ദൈവത്തിന് ഹൗവയോടുള്ള സമ്പൂർണമായ ഒരു സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിൽ ഹൗവ വിശ്വാസമില്ലാതെ വന്നതിനാൽ ഹൗവ ദൈവത്തോട് അനുസരണക്കേട് കാണിപ്പാനിടയായി. അപ്പോൾ വിശ്വാസത്തിന് എന്തു വേണം? അനുസരണം വേണം. പത്രോസും കാറ്റിനെ നോക്കാതെ കർത്താവിനെ നോക്കണമായിരുന്നു. പക്ഷേ ആ സമയത്ത് അത് കഴിഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ സ്നേഹവും കരുതലും എത്ര ശ്രേഷ്ഠമാണെന്നുള്ള കാര്യം ആ കർത്താവിൻ്റെ കരം പത്രോസിന്മേൽ നീട്ടി പിടിച്ച് കയറ്റുന്നൊരനുഭവം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണ് കർത്താവ് ചോദിച്ചത്, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? ഞാനിവിടെ നിപ്പോൾ ഇല്ലേ? ഞാൻ വെള്ളത്തിൽ ഇത്ര നേരം നടന്നു വന്നില്ലേ? ഞാൻ താണില്ലല്ലോ. അപ്പം നിനക്ക് പൂർണ്ണമായും വിശ്വസിക്കാമായിരുന്നു. പക്ഷേ നീ എന്നെ നോക്കി ഇറങ്ങിയെങ്കിലും നിൻ്റെ നോട്ടം പിന്നത്തേതിൽ മാറി. കാറ്റ് കണ്ട് പേടിച്ചു. അതാണ് സംഭവിച്ചത്. 1 പത്രോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അനുസരണത്തിന് കരുതലുണ്ട്. ഇസ്രായേലിനു വേണ്ടി യാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി മാറ്റി. ഇസ്രായേൽ ജനത അവർ ചെങ്കടൽ പിളർന്ന് വഴിയൊരുക്കി കൊടുത്ത ദൈവത്തിൻ്റെ വഴിയിലൂടെ അവർ മരുഭൂമിയിൽ നടക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി കരുതിയ കരുതലുകൾ ശ്രേഷ്ഠമാണല്ലോ. അതുപോലെ തന്നെയാണ് കർത്താവായ യേശുവിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഏറ്റവും മുൻകരുതിയിരുന്നു. ആ മുൻകരുതലുകളാണ്
കർത്താവിൻ്റെ ആ ക്രൂശീകരണ സമയത്ത് നാം വായിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അനുസരണത്തിനുള്ള ദൈവത്തിൻ്റെ കരുതൽ അത് വലിയ കരുതലാണ്. ആ കരുതൽ അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമതായി വിശ്വാസത്തെക്കുറിച്ചാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ് ഇത് വായിക്കുന്നത്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു എന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട്. കടുകുമണിയുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ 4 ആൾ ചേർന്നൊരു പക്ഷപാതക്കാരനെ ചുമന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അവർ ഇങ്ങോട്ട് ചുമക്കുമ്പോൾ 4 പേരും പറഞ്ഞു കാണും, ഇടാ നമുക്ക് അവനെ അങ്ങോട്ട് ചുമക്കണ്ട, യേശുവിൻ്റെ അടുക്കൽ വരെ ചുമന്നാൽ മതി. അതെ, അവരുടെ ആ വിശ്വാസം കടുകുമണിയോളം വിശ്വാസമായി, നിറവിൻ്റെ വിശ്വാസമായിരുന്നു. ഇവിടെ 4 പേർക്കും ഐകമത്യമുണ്ടായിരുന്നു. അവർ ഏകഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി അവനെ കൊണ്ടുവന്നു. 2 വൃത്താന്ത പുസ്തകം 30-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യഹൂദിയിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐകമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു എന്ന് നാം ഇവിടെ വായിക്കുന്നു. അപ്പോൾ ഐക്യതയോടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൈ വ്യാപരിക്കും. അത് പൂർണ്ണ ഹൃദയത്തോടാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി കാണാനായിട്ട് കഴിയും. ഈ ഐക്യത ദൈവത്തിൻ്റെ ഭക്തനെ ദൈവസന്നിധിയിൽ അനുഗ്രഹമാക്കി തീർക്കുന്നതും തിന്മ ചെയ്യാതെ വണ്ണം സൂക്ഷിക്കുകയും ചെയ്യുന്നതായും 1 ശമൂവേലിൻ്റെ പുസ്തകം 25-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിലും വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൂതിലൊക്കെയും 2 കാര്യം നിറഞ്ഞു നിൽക്കുന്നു. ഒന്ന്, നമുക്ക് നേരെ തിന്മ നിരൂപിക്കുന്ന വ്യക്തിയെയും തടയും. നാം ആർക്കെങ്കിലും തിന്മ നിരൂപിച്ചാൽ അതും തടയും. ഇത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ലാബാൻ യാക്കോബും തമ്മിലുള്ളതായ അവസാന ഭാഗത്തെ ഒരു അനുഭവമുണ്ടല്ലോ. അപ്പോൾ ലാബാൻ യാക്കോബിനെ കൊല്ലണമെന്നുള്ള ചിന്തയിൽ വീട് വിട്ടിറങ്ങി വരുമ്പോൾ ദൈവം വഴിക്ക് വെച്ച് ലാബാനെ തടഞ്ഞു. എന്നിട്ട് ലാബാനോട് പറയുന്നുണ്ട്, നീ എൻ്റെ ദാസനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും നീ ഒന്നും പറയരുത്, സംസാരിക്കരുത്, ഇടപെടരുത് എന്ന് പറഞ്ഞാണ് വിടുന്നത്. അപ്പോൾ യാക്കോബ് ഇത് അറിയുന്നില്ല. എന്നാൽ ലാബാനു ദൈവം ആലോചന കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനമേ, നമ്മളെ ഇതുപോലെ സൂക്ഷിക്കുന്ന ഈ ദൈവത്തിൻ്റെ മഹാദയെ ഓർത്ത് സ്തോത്രം ചെയ്യട്ടെ. മൂന്നാമതായിട്ട് വായിക്കുന്ന വലിയ വിശ്വാസത്തെയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വാക്യം, അതിൻ്റെ 27-ാമത്തെ വാക്യവും നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു എന്ന് നാം അവിടെ വായിക്കുന്നു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നതായിട്ടും വായിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് അപേക്ഷിക്കുന്ന കാര്യത്തിൽ വിടുതൽ കാണാനായിട്ട് കഴിയും. 4-ാമത്തെ വിഷയം അതിവിശുദ്ധ വിശ്വാസമാണ്. അത് യൂദായുടെ ലേഖനം 20-21 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ എന്ന് നാം അവിടെ വായിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ളതായ ദൈവകൃപ ഏറ്റെടുത്ത് വിശ്വാസത്തിൽ മുന്നേറുവാൻ, അതിവിശുദ്ധ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.